കത്തോലിക്ക സഭ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കേരള കോൺഗ്രസ് നടപ്പിലാക്കിയെടുത്തുവെന്ന് ജോസ് കെ മാണി. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാതെയുള്ള നയതന്ത്രമാണ് കേരള കോൺഗ്രസ് സ്വീകരിച്ചത്. സഭ പറയാത്ത പല കാര്യങ്ങൾ പോലും പ്രതിപക്ഷം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസ് സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിരുന്നു. കത്തോലിക്ക സഭ ഇക്കുറി സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കില്ല. കേരള കോൺഗ്രസ് പാർട്ടി സഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ജോസ് കെ മാണി ന്യൂസ് 18 പറഞ്ഞു. ആ ഇഷ്യൂസ് കേരള കോൺഗ്രസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ആ ഇഷ്യൂസിന് പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ ഞാനൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ UDF ഞങ്ങളുള്ള ആ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ അത് ക്രൈസ്തവ സഭയ്ക്കിൻ്റെ കാര്യം മാത്രമല്ല, പൊതുജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുവാനും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷം ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ ഇടപെട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനും അതിന് പരിഹാരം കാണുവാൻ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അത് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒരിക്കലും ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ വനഭേദഗതി നിയമം കൊണ്ടുവന്നു, അല്ലെങ്കിൽ വന്യമൃഗ സംരക്ഷണ ബില്ലിൽ അതിനകത്തൊരു ഭേദഗതി വേണമെന്ന് പറഞ്ഞു, അത് നമ്മൾ കൊണ്ടുവന്നു. വനഭേദഗതി നിയമം വന്നപ്പോൾ അത് എതിരായിട്ട് നമ്മുടെ കർഷകരെ ബാധിക്കുമെന്ന് പറഞ്ഞു. അത് അവിടെ അസംബ്ലി നിയമസഭയെ കൊണ്ടുവരാനിരുന്നതല്ലേ. അപ്പം നമ്മൾ ഇടപെട്ടു. അത് വിഷമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, അത് മാറ്റിവെച്ചു. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു, അത് നമുക്ക് കൊണ്ടുവന്നു. ജെ ബി കോശി കമ്മീഷൻ, ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ആദ്യമേ നമുക്ക് എന്താ വേണ്ടത്? ഇതുപോലൊരു കമ്മീഷൻ UDF ആണ് ചെയ്യുമോ? ചെയ്യില്ലല്ലോ. കമ്മീഷൻ കൊണ്ടുവന്നു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു പുറത്തുവിട്ടു. അത് സഭയുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തു. അതിനകത്ത് ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ സന്യസ്തർക്കുള്ള അവിടെ പെൻഷൻ, അത് അതിനകത്തുള്ള ശുപാർശയാണ്. അങ്ങനെ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാണ്. ഇനിയും പലതും ചെയ്യാനുണ്ട്. അത് ശരിയാണ്. പക്ഷേ ആദ്യമേ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടല്ലേ അതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നടപടിയിലേക്ക് പോകും. സന്യസ്തർക്കുള്ള പെൻഷൻ വന്നതിന് ശേഷവും നിലപാട് പറഞ്ഞത്, കത്തോലിക്ക കോൺഗ്രസ് നിലപാട് പറഞ്ഞത് അത് JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ടത്. അതിനകത്ത് മുഴുവനായിട്ടും പുറത്തുവിട്ടു. അതിനകത്ത് ചർച്ചകൾ നടത്തി. സഭാ അധ്യക്ഷന്മാരെ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടി, അത് ചർച്ചകൾ നടത്തി. അപ്പോൾ ഇതെല്ലാം ഒരു നരേറ്റീവയുടെ ഭാഗം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ അത് മാത്രമല്ല, EWS കാര്യത്തിൽ, മുനമ്പത്തിൻ്റെ കാര്യത്തിൽ, വന്യമൃഗത്തിൻ്റെ സംരക്ഷണ ബില്ലിൽ ഭേദഗതി നടത്തുന്നത്, പട്ടയത്തിൻ്റെ കാര്യത്തിൽ, ബഫർ സോണിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. സൈലന്റ് ആയിട്ട് ഇടപെട്ടു എന്ന് താങ്കൾ പറഞ്ഞു. രീതിയിൽ ഇടപെട്ടു എന്ന് പറയുന്നത് എന്തിനു വിവാദം ഉണ്ടാക്കുന്ന കാര്യം? അഭിപ്രായം പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായം എന്തിനാണ് ഒരു പബ്ലിക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഇതര സാമൂഹ്യ വിഷയങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് രാഷ്ട്രീയ നേട്ടമല്ല. അതിനകത്ത് ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കണമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ പബ്ലിക്കായിട്ടായിരിക്കാം, ചിലപ്പോൾ സ്വകാര്യമായിട്ടായിരിക്കാം. പക്ഷെ അത് നടപടി ഉണ്ടാകണം. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഇരിക്കുന്ന കൊമ്പ് വെട്ടാൻ ഞാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കില്ല. അതിൻ്റെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വാക്ക് പോലും എൻ്റെ വായിൽ താങ്കൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ ജനകീയ വിഷയങ്ങൾ നമുക്കതിനൊരു പരിഹാരം കണ്ടാൽ പോരെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.